UPSCയുടെ കീഴിലുള്ള നാഷണൽ ഡിഫൻസ് അക്കാഡമി അഥവാ നേവൽ അക്കാഡമി എക്സാമിനേഷൻ, ഇത് രണ്ടും ചേർത്തുള്ള NDA എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ 31 നോട്ടിഫിക്കേഷൻ ഡിസംബർ 11 വന്നിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണിത്. ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾ upsconline.gov.in എന്നുള്ള ഈ സൈറ്റിലാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. പിന്നെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ബേസിക് ഡോക്യുമെൻറ്റുകളും ഡീറ്റെയിലും ഒക്കെ വേണം. അതായത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യുന്നത്, അതേപോലെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പ്രൂവ് ചെയ്യുന്നത്, നിങ്ങളുടെ ഫോട്ടോഗ്രാഫ്, ഇങ്ങനെയുള്ള സാധനങ്ങളാണ് അതിന് വേണ്ടത്. ലാസ്റ്റ് ഡേറ്റ് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, ഡിസംബർ 31 വൈകിട്ട് 6 മണി വരെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയം. സൈറ്റ് ഞാൻ ഒരിക്കൽ കൂടി ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, upsconline.gov.in എന്നുള്ള സൈറ്റിലാണ്. ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോഗ്രാഫിൻ്റെ ഒരു ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ട്. 10 ദിവസം പഴക്കമുള്ള, അതായത് 10 ദിവസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോഗ്രാഫ് ആയിരിക്കണം. അതായത് റീസെൻറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആയിരിക്കണം ഇതിന് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അത് ഫേസ് ഓൾമോസ്റ്റ് റിവീൽഡ് കാണുന്നതായിരിക്കണം. കുറച്ച് ഫോട്ടോയിൽ ഒരു 3/4, അതായത് ഒരു ഫോട്ടോയുടെ പാസ്പോർട്ട് സൈസുടെ 1/4 പോർഷൻ ഫേസ് കാണുന്നതായിരിക്കണം. അതായത് തീരെ ചെറിയ ഫോട്ടോ ആയിരിക്കരുത്. പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഫേസ് റിവീൽ ചെയ്യുന്ന, കവർ ചെയ്യാത്ത, അതായത് നിങ്ങൾ ക്യാപ്പ് വയ്ക്കാതെ, മുഖം മറയ്ക്കാതെ, അതുപോലെ ഷോളൊക്കെ ഉപയോഗിച്ചിട്ട് പെൺകുട്ടികൾ എടുക്കുന്ന ഫോട്ടോ ആണെങ്കിൽ ഷോളൊക്കെ ഉപയോഗിച്ച് മറയ്ക്കാതെയുള്ള ഫോട്ടോ ആയിരിക്കണം. അതേപോലെ നിങ്ങളതിൽ കുട്ടിയുടെ പേരും ഫോട്ടോ എടുത്ത ഡേറ്റും അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. ഫോട്ടോഗ്രാഫിൻ്റെ താഴെ ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. ഇനി എത്ര സീറ്റിലേക്കാണ് നോക്കുക. നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ ആർമി വിങ്ങിലേക്ക് 208 സീറ്റാണുള്ളത്. 10 സീറ്റ് പെൺകുട്ടികൾക്കാണ്. നേവിയിൽ 42 സീറ്റാണ്, 6 സീറ്റ് പെൺകുട്ടികൾക്കാണ്. എയർഫോഴ്സിൽ ഫ്ലൈയിങ് സെഷനിലേക്ക് 92 സീറ്റ്, 2 സീറ്റ് പെൺകുട്ടികൾക്ക്. ഗ്രൗണ്ട് ഡ്യൂട്ടീസ് ടെക്നിക്കലിൽ 18 സീറ്റ്, 2 സീറ്റ് പെൺകുട്ടികൾക്ക്. ഗ്രൗണ്ട് ഡ്യൂട്ടീസ് നോൺ ടെക്നിക്കൽ 10 സീറ്റ്, അതിൽ 2 സീറ്റ് പെൺകുട്ടികൾക്ക്. നേവൽ അക്കാഡമി +2 കേഡറ്റ് എൻട്രി സ്കീം പ്രകാരം 36 സീറ്റാണുള്ളത്. അതിൽ 5 സീറ്റ് പെൺകുട്ടികൾക്കാണ്. അങ്ങനെ ആകെ 406 സീറ്റിന് വേണ്ടിയാണ് ഈ എക്സാം നടക്കുന്നത്. കേരളത്തിൽ എക്സാമിന് 3 സെൻറ്ററാണ്. കൊച്ചിയിൽ സെൻറ്ററുണ്ട്, കോഴിക്കോട് സെൻറ്ററുണ്ട്, അതേപോലെ തിരുവനന്തപുരത്തും സെൻറ്ററുണ്ട്. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഏജ് ലിമിറ്റ്, അതേപോലെ മാരിറ്റൽ സ്റ്റാറ്റസ്. അൺമാരീഡ് ആയിരിക്കുന്നവർക്ക് മാത്രം, വിവാഹം കഴിക്കാത്തവർക്ക് മാത്രമാണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപ്ലൈ ചെയ്യാം. അതിൽ ഡേറ്റ് നോക്കുക, നോട്ട് ഏർലിയർ ദാൻ, അതായത് 2006 ജൂലൈ 2 മുമ്പ് ജനിച്ചവരാവരുത്. അതേപോലെ നോട്ട് ലേറ്റർ ദാൻ, ജൂലൈ 1 2009 ശേഷം ജനിച്ചവരുമായിരിക്കരുത്. അപ്പോൾ 2006 ജൂലൈ 2 ശേഷവും 2009 ജൂലൈ 1 മുമ്പും ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. +2 പാസ്സായിരിക്കണം. ഇനി +2 ഈ വർഷം എഴുതുന്ന കുട്ടികൾക്ക്, റിസൾട്ട് വെയിറ്റിംഗ് കുട്ടികൾക്കും അപ്ലൈ ചെയ്യാം. നിങ്ങളുടെ ഇൻ്റർവ്യൂവിൻ്റെ സമയത്തിനുള്ളിൽ നിങ്ങൾ പാസ്സായതിൻ്റെ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്താൽ മതിയാവും. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുക. ഫോർ ആർമി വിങ് ആൻഡ് നാഷണൽ ഡിഫൻസ് അക്കാഡമി +2 പാസ്സാവുക. ഫോർ എയർഫോഴ്സ് ആൻഡ് നേവൽ വിങ് ഓഫ് നാഷണൽ ഡിഫൻസ് അക്കാഡമി അതുപോലെ +2 കേഡറ്റ് എൻട്രി സ്കീമിനുമൊക്കെ ആയിട്ട് +2 പാസ്സായിരിക്കണം. അത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പാസ്സായിട്ടുണ്ടാവണം. ഈ കേസിൽ, അത് ആദ്യത്തെ കേസിൽ ആർമി വിങ്ങിന് വേണ്ടി അത് പറയുന്നില്ല. പക്ഷേ എയർഫോഴ്സിനും നേവൽ വിങ്ങിനും വേണ്ടി +2 ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് +2 പാസ്സായിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു, +2 ഈ വർഷം എഴുതുന്നവർക്കും അപ്ലൈ ചെയ്യാം. ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് നിങ്ങൾ പാസ്സായതിൻ്റെ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്താൽ മതി. അപ്ലിക്കേഷൻ ഫീസ് 100 രൂപയാണ്. അതിൽ എക്സെപ്ഷൻ ഉള്ളത് SC/ST കാൻഡിഡേറ്റിന് വേണ്ട, ഫീമെയിൽ കാൻഡിഡേറ്റിന് വേണ്ട, വാർഡ് ഓഫ് JCO, NCOs അങ്ങനെയുള്ളവർക്കും ഈ ഫീസ് വേണ്ട. ബാക്കിയുള്ളൊരു 100 രൂപ ഫീസ് അടയ്ക്കണം, രജിസ്ട്രേഷൻ ഫീ. അത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അടയ്ക്കാം, SBI ബാങ്ക് വഴിയും അടയ്ക്കാം. അപ്ലൈ ചെയ്യാനുള്ള സൈറ്റ് ഒരിക്കൽ കൂടി ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ബേസിക് ഡീറ്റെയിൽ, ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ അതിൽ ഫില്ല് ചെയ്തിട്ടാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. NDAയുടെ എക്സാമിൻ്റെ സ്കീം നോക്കുക. ഒന്നാമത് പേപ്പർ 1 മാത്സ് ആണ്, 300 മാർക്കിൻ്റേതാണ്, 2.5 മണിക്കൂർ എക്സാമാണ്. രണ്ടാമത് ജനറൽ എബിലിറ്റി ടെസ്റ്റ് ആണ്, 2.5 മണിക്കൂറാണ്, 600 മാർക്കിൻ്റേതാണ്. ഇതിൽ ഈ ജനറൽ എബിലിറ്റിയിൽ നിങ്ങൾക്ക് ബേസിക് സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതേപോലെ ഹിസ്റ്ററി, അതുപോലെയുള്ള എല്ലാം വരും. മെൻ്റൽ എബിലിറ്റിയും ഒക്കെ വരും. അതുകൊണ്ട് മാത്തമാറ്റിക്സും ജനറൽ എബിലിറ്റി 2 പാർട്ടായിട്ടാണ്. 2-നും 900 മാർക്കിൻ്റേതാണ്. പിന്നെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവും, അതിനും 900 മാർക്കാണ്. ഇത് കഴിഞ്ഞിട്ട് ഫിസിക്കൽ, മെഡിക്കൽ എക്സാമിനേഷനും ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫിസിക്കലി ഫിറ്റാണോ മെഡിക്കലി ഫിറ്റാണോ എന്നൊക്കെയുള്ളത് ചെക്ക് ചെയ്തിട്ടാണ് ഫൈനൽ അഡ്മിഷൻ കിട്ടുക. ഓൾമോസ്റ്റ് ഞാൻ ഈ സർക്കുലറിൻ്റെ ഫുൾ PDF ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഇട്ടിരുന്നു. അപ്പോൾ നിങ്ങളത് വായിച്ച് നോക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതിലെ മെയിൻ കാര്യങ്ങൾ മാത്രമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. കാരണം ഒരുപാട് ഞാൻ വീഡിയോ ലോങ് ആക്കിയിട്ടില്ല. അപ്പോൾ ഇത് ബേസിക്കലി എത്ര സീറ്റ് ഉണ്ട്, എന്താണ് പരിപാടി,
എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അഡ്മിഷൻ എന്നുള്ളതിൻ്റെ ഒരു ഔട്ട്ലൈൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി ഡീറ്റെയിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടെ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്ത PDF ഇല്ലെങ്കിൽ നിങ്ങൾക്ക് UPSC സൈറ്റിൽ നിന്ന് ആ PDF അങ്ങനെ ഡൗൺലോഡ് എടുത്ത് വായിച്ച് നോക്കാം. ഇനി മറ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അപ്ഡേറ്റ് വരികയാണെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.